ഹലോ, ഇന്നൊരു അവധി ദിവസമായിട്ട് ഞാൻ ഡെക്കാത്തലോൺ വരെ പോവാണ്. ഞാൻ ഡെക്കാത്തലോണിൽ പോയി ഞാൻ അവിടെ നിന്ന് യോഗ മാറ്റ് മേടിച്ചായിരുന്നു. യോഗ മാറ്റിൻ്റെ ആവശ്യം എനിക്കില്ല, അവിടെ ഞാൻ റിട്ടേൺ ചെയ്ത് ഒരു 10 മിനിറ്റ് നടന്നാൽ സ്റ്റേഷനിൽ പോകാം. സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് ഹോൺസ്ലോ. ചെറിയ സർപ്രൈസ് ഉണ്ട്, ഇവിടെ നിൽക്കാം, ഇതുവഴിയാണ്. എനിക്ക് ചേട്ടൻ ഇവിടെയാണ് ഞാൻ ബസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ വരുമെന്ന്. പക്ഷെ വീണ്ടും കാറ്റിന്റെ സൗണ്ട് കേട്ടപ്പോൾ ഡെക്കാത്തലോണിൽ ബസ് ഇരിക്കാൻ നോക്കി. ഞാൻ ഗോപ്രോ ചാർജ് ചെയ്യണം. ഗോപ്രോ ബാറ്ററി തീർന്ന്. അപ്പം ഇനി ഞാൻ ഒന്ന് ഗോപ്രോ ചാർജ് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം. ഹലോ, അപ്പം ഗോപ്രോ ഒക്കെ ചാർജ് ചെയ്തു, കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് വെതർസ്പൂണിൽ പോവാണ്, ഹോൺസ്ലോയിലുള്ള വെതർസ്പൂണിലേക്ക്. അപ്പം ജീനുവിന് പുതിയ ജോലി കിട്ടി, ജീനു ഇവിടെ നിന്ന് പോവുകയാണ് ഹെഡ് ഫോർ ഷെയറിലോട്ട്. അപ്പം ജീനുവിൻ്റെ വക സ്ട്രെയിറ്റ് ആണ്. ജീനു വെതർസ്പൂൺ സ്റ്റാഫാണ്. അപ്പോൾ ജീനുവിന് 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം ഇനി ബാക്കി കാഴ്ചകൾ വെതർസ്പൂണിൽ പോയിട്ടുള്ള. ഓക്കെ, ഞങ്ങളങ്ങനെ നടന്ന് വെതർസ്പൂണിൻ്റെ അടുത്ത് എത്താറായി. ഇവള് മൊബൈൽ ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ടോ. ഈ മൊബൈൽ ഫോണിലാണ് വെതർസ്പൂണിൻ്റെ ആപ്പുള്ള. അപ്പോൾ അതിനകത്തുനിന്ന് ഈ ആപ്പ് കാണിച്ചിട്ടാണ് ഇത് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അത് എടുത്തില്ല, അതുകൊണ്ട് ഓഫർ ക്ലെയിം ചെയ്യാൻ പറ്റും. യെസ്, ഇത് വെതർസ്പൂണല്ല, വാ ഇവിടെ വെതർസ്പൂൺ അവിടെ. വെതർസ്പൂൺ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വേറെ ഏതാ മാറിക്കൊണ്ട് കയറ്റുന്നു. വെതർസ്പൂണിലെ സ്റ്റാഫാണ് അത്ര സ്റ്റാഫ്. ഒരു ബാറിന്റെ ഫ്രണ്ടിൽ പോയി ചേട്ടാ വാ വാ, ഞാൻ പറഞ്ഞു അതല്ല വെതർസ്പൂൺ, വെതർസ്പൂൺ അവിടെയാണ് എന്ന് പറഞ്ഞപ്പോൾ ലൈറ്റിന്റെ അവിടെ നിന്ന് ആ ഓരോ വെതർസ്പൂണിനും ഓരോ പേരാണ്. മൂൺ അണ്ടർ ദ വാട്ടർ. ഇങ്ങനെ ഞങ്ങൾ വെതർസ്പൂണിലെത്തി. ഒരു 10 മിനിറ്റ് എടുത്ത് നമുക്ക് സീറ്റ് കിട്ടാനായിട്ട്. നമുക്ക് പതിയെ ഓർഡർ ചെയ്യാൻ നോക്കാം. ഒരു സ്പൈസി ബാഗും സ്ട്രോബെറി ഡാക്കിരി നമ്മുടെ അവിടെ ആണെങ്കിൽ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കും. സ്ട്രോബെറി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അറിഞ്ഞൂടെ അമ്മരെ പഠിപ്പിച്ചിട്ടോ. ഇത് ക്ലാസിക് ഏപ്രിൽ, ഇത് സ്ട്രോബെറി ഡാക്കറി. ജിനു പറഞ്ഞേക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചന്ദ്രലേഖയിലൊരു സീനാണ്. ശ്രീനിവാസൻ പറയുമല്ലോ ആരാ ഈ ജ്യൂസ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് അവനോ ചന്ദ്രലേഖയൊരു സീനുണ്ടല്ലോ, പറയും ആര് ഈ ജ്യൂസ് ഉണ്ടാക്കി. ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓൻ അറിയില്ലെങ്കിൽ പിന്നെ പോവാ ഞാൻ ഈ കണ്ടിട്ടുണ്ട്. സ്ട്രോബെറി ഡാക്കറി എന്ന് പറയുമ്പം വൈറ്റ് റമ്മും പിന്നെ പ്ലസ് ലൈം, സ്ട്രോബെറി ലിക്വർ, സ്ട്രോബെറി പ്യൂർ വിത്ത് സ്ട്രോബെറി ആണ് ഈ സ്ട്രോബെറി ഡാക്കറി. ഇതൊരു ക്ലാസിക് കോക്ടെയിലാണ്. ക്ലാസിക് കോക്ടെയിൽ. പക്ഷേ ആ സ്ട്രോബെറി സൈഡിൽ വരാത്തത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഡാക്കറി ഇങ്ങനെയല്ല, എൻ്റെ ഡാക്കറി ഇങ്ങനെയല്ലെന്ന്. ഞാൻ വെള്ളം എടുത്തിട്ട് തരാം. ഇത് കോക്ടെയിലാണ്, ഒരു സ്പിരിറ്റ് കോക്ടെയിലാണ്. ഏപ്രിൽ. ഇത് ക്ലാസിക് ഏപ്രിൽ സ്പ്രൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏപ്രിൽ ഒരു 50 ml വരും. പിന്നെ പ്രൊസെക്കോ, സോഡ വിത്ത് ഓറഞ്ച്. ഞങ്ങളെ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ഇത് സെർവ് ചെയ്യുന്നതിനായിട്ടാണ് വാങ്ങിക്കാം. ഇത് ഈ രണ്ട് ഐറ്റം ഇവിടെ അവരിങ്ങനെയാണ് തന്നെ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. മധുരക്കള്ളിൽ കുളിച്ചാൽ എങ്ങനെ ഇരിക്കും?
എനിക്ക് സത്യം തോന്നുന്നു. കള്ള് പിടിച്ചവർക്ക് അറിയാം, എനിക്കറിയാം. ഞാൻ കള്ള് പിടിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര എക്സ്പെർട്ട് അല്ല. പുളി ഉണ്ടെങ്കിൽ ഇച്ചിരി മധുരം, സ്ട്രോബെറിയുടെ ഫ്ലേവർ മുന്നോട്ട് വരുന്നുണ്ട്. നല്ല സ്ട്രോബെറി ഒരു പ്രസ് അങ്ങനെ എന്തൊരു സാധനം ചേർക്കുന്നുണ്ട്. ഇതാണ് സുമിക്ക് കൊടുത്തതും ശരിക്കും സോഡ വാട്ടർ ഉണ്ടായിരുന്നു. ഞാൻ സോഡ വാട്ടർ ആഡ് ചെയ്തില്ലേ? പുള്ളി അത്രയും ഇതുണ്ടായിരുന്നു, സ്പാർക്കിംഗ് മറ്റിങ്ങനെ നോക്കിയപ്പോണ്ടായിരുന്നു. ഞാൻ ഒരു വർഷം സോഡ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. പുള്ളി ആഡ് ചെയ്ത് തരുമോ? നമ്മൾ കുടിച്ചു തീർക്കാന്ന് പറയായിരിക്കും വേണി. ഇല്ല, സോഡ വാട്ടർ ആഡ് ചെയ്തു. സോഡയില്ലേ, സോഡ ഫ്രീ ആണ്. സോഡ ഇപ്പോഴാണ് ഈ ടേസ്റ്റ് എന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് ഒന്നുമില്ല, അതൊന്നുമില്ല. പക്ഷെ ഇച്ചിരി മധുരം കൂടുതലാണ്, അതാണ് പ്രശ്നം. ഞാനത്ര മധുരം വിചാരിച്ചില്ല. ഞാൻ സത്യത്തിൽ മാംഗോ സ്പ്രൈറ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ ചിലപ്പോൾ അതിനായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. എന്ത് ചെയ്യാൻ പറ്റും, സ്ഥലവില്ല, കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കിട്ടിയതുകൊണ്ടാണോ? Thank you. Thank you. Yes, please. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. ഇത് ഏത് ഫുഡ് എന്ന് വെച്ചാൽ ഇതാണ് ആ ഫുഡ്, സ്പൈസി ബാഗ്. അപ്പം അതിൽ ചിക്കൻ സ്ട്രിപ്പ് വരുന്നുണ്ട്, ചിക്കൻ നഗറ്റ്സ് ഉണ്ടല്ലേ, പിന്നെ ഫ്രൈസ് ഉണ്ട്, പിന്നെ എന്ത് മസാലയാണ് വരുന്നത് ഇതിലുണ്ട്. ഇവിടെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സാൾട്ട് ആൻഡ് ചില്ലി ചൈനീസ് സ്റ്റൈൽ സ്പൈസ് മിക്സ്, അതാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സുഖി പിടിച്ചും പറയാതെ ചേട്ടൻ്റെ യൂട്യൂബ് ചാനൽ വളരേണ്ടത് നമ്മുടെയാണ് ആവശ്യം. കാരണം അത് വളർന്ന് പന്തലിച്ചിട്ടാണ് മറ്റേ ചില ഇവിടേക്കുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ടല്ലേ, മറ്റേ ഫാമിലി ഗെറ്റ് ടുഗദർ അത് ഇത്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാമിയ റോൾസ് കിട്ടും. അപ്പം നമ്മൾ മറ്റേ എന്താണ് ചീര വാടക നീയുമ്പോൾ ചീര നീന്ന് പറഞ്ഞാൽ നമുക്കും കഴിച്ച് കഴിഞ്ഞപ്പം ജീനൊരു ആഗ്രഹം ഡെസേർട്ട് കഴിക്കണം. ജീൻ ഓർഡർ ചെയ്ത ഡെസേർട്ട് ഞാൻ കാണിച്ചു തരാം. ജീൻ ഓർഡർ ചെയ്ത ഡെസേർട്ടാണ്. ചോക്ലേറ്റ് ബ്ലോണ്ടി. എൻജോയ്. ഇതാണ് എൻ്റെ സ്പൂണ്. കഴിച്ചോ. നമ്മളൊരു പാഷൻ ഫ്രൂട്ട് കൂളർ ഓർഡർ ചെയ്തു. പറഞ്ഞുകൂടി ജീനു എന്താണ് കാര്യം? പാഷൻ ഫ്രൂട്ട് കൂളർ വരുന്നത് എന്താണ്, ഇതില് ടോപ്പിംഗ്സ് വരുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ചാണ് വരേണ്ടത്. ഫ്രൂട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അറിയില്ല, അതെനിക്ക് ഉണ്ടാക്കി തന്നെ ഇവിടുത്തെ മാനേജറും രക്തം തിളക്കിയാണ്. ഒന്നുമല്ല, അപ്പുറത്ത് ഒരു ഗിന്നസ് ആൾ കുടിക്കുന്ന കണ്ടിട്ട് എനിക്കറിയില്ല അതെങ്ങനെയാണ് അത് കണ്ടിട്ട് ഗിന്നസ് കുടിക്കുന്നതായിട്ട് പോലും ഫീൽ ചെയ്യുന്നില്ല. അപ്പുറത്തെ ആൾക്കാർ കേട്ടാൽ എന്നെ പിടിച്ചിരിക്കും. അല്ല സത്യത്തിൽ സീരിയസ് അങ്ങനെ നോക്കുമ്പോൾ കട്ടൻ ചായ കളിക്കത്തിട്ടുണ്ട് ഗിന്നസ്. ആയിരിക്കാം, അറിയില്ല. അല്ല പക്ഷേ അത് ഒരെണ്ണം അങ്ങനെയായിട്ട് ആദ്യമായിട്ടാണ് പാഷൻ ഫ്രൂട്ട് കൂളർ ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ പാഷൻ ഫ്രൂട്ട് കൂളറിന് പാഷൻ ഫ്രൂട്ട് റീഫ്രഷ്മെന്റ് വീഡിയോ പറഞ്ഞു. ആക്ച്വലി മിസ്റ്റേക്ക് ആണ്. പാഷൻ ഫ്രൂട്ട് കൂളർ എന്നാണ് പേര്. ഇതൊരു കോക്ടെയിലാണ്. പക്ഷേ കോക്ടെയിൽ അല്ല, ഇതൊരു മോക്ടെയിലാണ്. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയാമുള്ളൊരു സംഭവം, നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം അല്ലാത്ത രീതിയിൽ അത് ചെയ്തുകൊണ്ടൊന്നാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറയാൻ അടുത്ത് ഗ്രേപ്പ് ഫ്രൂട്ട് അല്ല ഇടേണ്ട, ഓറഞ്ച് ആണ് ഇടേണ്ടെന്ന് പറയാത്തത്. ചിക്കൻ ബൈറ്റ്സ്, ഇത് ചിക്കൻ സ്ട്രിപ്സ്. നമ്മുടെ ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ബി അവർ ലാസ്റ്റ് ഐറ്റം.
സ്പൂണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ജീനു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. എന്തായിരുന്നു? അപ്പോൾ ഇന്ന് ജീനുവിൻ്റെ വക ട്രീറ്റ് ആയിരുന്നു എനിക്ക്. ജീനുവിന് പുതിയ ജോലി കിട്ടിയതിൻ്റെ. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു ശനിയാഴ്ച ആയിട്ട്. നാളെ ഞായറാഴ്ച മദ്രാസ് ഫ്ലവേഴ്സിൽ, ഇവിടെ ഹോംസ്റ്റേയിലുള്ള മദ്രാസ് ഫ്ലവേഴ്സിൽ പോയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ കഴിക്കണമെന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നേരെ ജസ്റ്റ് നടന്ന് വീട്ടിലോട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഓക്കെ, സി യു.